ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നൊരു ഫുൾ ഡേ ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റെസിപ്പി നോക്കാം. ഇന്ന് കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പിന് താഴെയായിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ജീരകവും ഇട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പൊടിയുടെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് നനയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നനയുന്നത് വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം തിളപ്പിക്കാൻ വെച്ച സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പൊടിയിലേക്ക് പിന്നീട് ഉപ്പ് ഇട്ട് കൊടുക്കാത്തത്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ചൂട് ഒന്ന് കുറഞ്ഞ ശേഷം ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി പരത്താൻ രൂപത്തിൽ മാവ് തയ്യാറാക്കി എടുക്കണം. സാധാരണ പത്തിരിക്ക് കുഴക്കുന്ന അത്ര സമയം എടുത്തൊന്നും കുഴക്കണ്ട കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. ഏകദേശം 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പത്തിരിയിലേക്ക് ഇതുപോലെ എരിവുള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല മുളകിട്ട മീൻകറിയോ ഒക്കെയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരൽപ്പം ലൂസാക്കി കുഴച്ചതുകൊണ്ട് തന്നെ കയ്യിൽ ചെറിയൊരു ഒട്ടലുണ്ടാവും. ആ സമയത്തൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ല വലിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക് കവറിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓയിലിൻ്റെ ഒക്കെ കവർ എടുത്താലും മതി. ഇനി ഇത് കൈകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കനം കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. സാധാരണ വീട്ടിലൊക്കെ അത്യാവശ്യം കട്ടിയിലാണ് ഈ ഒരു പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് സമയം എടുക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ വലിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓരോ പീസ് മതിയാവും. പരത്തിയെടുത്ത പത്തിരി ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി ഉണ്ടാകുമ്പോൾ വേവായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പത്തിരി ചൂടോടെ വെറുതെ കഴിക്കാനും അതുപോലെ കുട്ടികൾക്ക് നെയ്യും പഞ്ചസാരയൊക്കെ തൂക്കിക്കൊടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് എണ്ണയിലൊന്ന് തടവി കൊടുത്താൽ മതി. അങ്ങനെ ഇത് പത്തിരിയെല്ലാം ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി.
ഈ ഒരു ഉള്ളിച്ചമ്മന്തിയിൽ വേണമെങ്കിൽ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പത്തിരി എന്ത് കോമ്പിനേഷൻ്റെ കൂടെ ആണെങ്കിലും ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, ദുബായ് മോള്, മോണോ റെയിൽ വഴി അറ്റ്ലാന്റിസ് വരെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. റൂമിൽ നിന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റ് നടക്കാനുള്ള ദൂരമാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്കുള്ളത്. ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലെത്തി നോവൽ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യാനുണ്ട്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങേണ്ടത് എമിറേറ്റ്സ് ടവേഴ്സ് മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ തന്നെ നേരിട്ട് ഇതിലേക്ക് പാസേജ് ഉണ്ട്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ താഴത്തെ 2 ഫ്ലോർ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ബാക്കി മുകളിലേക്ക് ടിക്കറ്റ് എടുക്കണം. മെട്രോ സ്റ്റേഷൻ വഴി നടന്നെത്തുമ്പോൾ നമ്മൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ 2nd ഫ്ലോറിലേക്കാണ് എത്തുന്നത്. സ്റ്റെയർ ഇറങ്ങി ഇനി 1st ഫ്ലോറിലേക്ക് പോകാം. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും പുറമേ നിന്നുള്ള വ്യൂസിന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. നല്ല വെയിലും ചൂടൊക്കെയാണ്. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിനി ദുബായ് മോളിലേക്കാണ് പോകുന്നത്. മെട്രോ ഇറങ്ങിയിട്ട് കുറച്ചധികം ദൂരം തന്നെ നടക്കാനുണ്ട് കേട്ടോ ദുബായ് മോളിലേക്ക് എത്താൻ.
പാസേജിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ബുർജ് ഖലീഫ കാണാം. ദുബായ് മോളിൽ മുഴുവനായിട്ടൊന്നും നടന്നു തീർക്കാൻ കഴിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി ബുർജ് ഖലീഫ വ്യൂവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ അക്വേറിയത്തിൻ്റെ കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് നമുക്ക് ദുബായ് മോളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായിരുന്നു. ഫുഡ് കോർട്ടിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ട്രാം മോണോ റെയിൽ വഴി അറ്റ്ലാന്റിസിലേക്കാണ്. ട്രാമിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങേണ്ടത് ശോഭ റിയാലിറ്റിയിലാണ്. ഇന്നത്തെ ഈ ഒരു യാത്ര ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ അൽസൂഫ് സൈഡിലേക്കുള്ള ട്രാമിൽ കയറിയിട്ടുണ്ട്. ഇനി മോണോ റെയിൽ വഴി പാം ജുമൈറയിലേക്കാണ് പോകുന്നത്. 30 ദിർഹംസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അങ്ങനെ മോണോ റെയിലിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അറ്റ്ലാന്റിസിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ മുതൽ പാം ജുമൈറ വരെയുള്ള യാത്രയുടെ ഡീറ്റെയിൽസ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് പോവേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.